ഹലോ ഗൈസ്, അപ്പോൾ ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ആട്ടോ. അപ്പോൾ ആണെങ്കിൽ പ്രൊഡക്റ്റൊക്കെ തീർന്നിരിക്കുകയാണ്. ഒരു 4-5 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബൈ പിഗ്മെൻറ്റേഷൻ സെറാട്ടിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ പിമ്പിൾ വന്നതിൻ്റെ അടുത്ത് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. ശരിക്കും ഞാനിത് ഒരാഴ്ച യൂസ് ചെയ്തപ്പോഴത്തേക്കും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒരു 4 ആഴ്ച മുമ്പ് എടുത്താൽ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നല്ല റെഡായിട്ട് ഇരിക്കുന്ന ആ പിമ്പിൾ വന്ന പാടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 3 വട്ടം ഉപയോഗിക്കാൻ പാടുള്ള സെറം ഞാൻ 5 ദിവസം കണ്ടിന്യൂസ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേസിനൊക്കെ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഡെർമോക്കോൻ്റെ 5% ഗ്ലൈക്കോളജിക് ആസിഡ്. അപ്പോൾ നല്ല സ്മെല്ലാട്ടോ അതിന്. അപ്പോൾ ഞാനതും കുറച്ച് നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങും കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നിവ്യയുടെ. ഇത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആക്കും, അതുപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ഗ്ലോയിങ് കിട്ടും സ്കിന്നിന്. എവിടെ പോയാലും നമ്മൾ സൺസ്ക്രീമും മോയ്സ്ചറൈസറും സ്കിപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സ്കിൻ കെയറോ അതുപോലെ സൺസ്ക്രീം ഒന്നും യൂസ് ആക്കാറില്ല. അതിൻ്റെതായ പ്രശ്നമൊക്കെ ഫേസിലുണ്ട്. ഡാർക്ക് സർക്കിൾസും പിമ്പിൾസൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഹെയർ ജസ്റ്റ് ഇതേണ്ട ഇങ്ങനെ ടോപ്പിലായിട്ട് ക്രഞ്ചീസ് വെച്ച് കെട്ടി വെക്കുന്നുള്ളൂ. ഇപ്പോൾ ലെങ്ത് ഇല്ലല്ലോ ഹെയറിന്. ഇനിയിപ്പോൾ ഹെയറും ഞാൻ കുറച്ച് കെയർ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 3 ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് മെലാലിയം എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ലൈറ്റനർ. ലിപ്സ്റ്റിക്ക് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ചോറുണ്ണുന്ന പോലെ തന്നെ എപ്പോഴും ഇടുന്നതുകൊണ്ട് നല്ല ഡാർക്കായിട്ടാട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ, ഒരാഴ്ചയെങ്കിലും യൂസ് ആക്കിയിട്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ ഗൈസ്.